Hi friends, ഇന്ന് നമ്മൾ സെറ്റ് മുണ്ട് എങ്ങനെ നമുക്ക് കളറിൽ ഡിസൈൻ ചെയ്യാമെന്ന് പറ്റിയാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് സെറ്റ് മുണ്ട് എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യുക എന്നുള്ളതിനെ പറ്റി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കാം. ലേഡി മാഗനറ്റിലെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മൾ ക്ലാസ്സിന് പോകുന്നതിന് മുന്നേ നമുക്ക് കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ട് വീഡിയോ കണ്ടിട്ട്. അതിൽ ഒരു ആൾ ചോദിച്ചിരിക്കുന്നത് നമ്മൾ സീം അലവൻസ് ബ്ലൗസിൽ എടുക്കുന്ന പോലെ തന്നെ സ്ലീവിലും എടുക്കേണ്ടതെന്ന്. നമ്മൾ ബ്രസ്റ്റിനെ 4 ഡിവൈഡ് ചെയ്തിട്ട് എടുക്കുമ്പോൾ അതിൽ 1 ഇഞ്ച് നമ്മൾ ലെസ് ചെയ്യുന്നുണ്ട്. അത് ലെസ് ചെയ്യാതിരുന്നാൽ 2 ഇഞ്ച് സീം അലവൻസ് നമുക്ക് കിട്ടും. അത് ലെസ് ചെയ്യുമ്പോൾ ആം ഹോളിൻ്റെ അവിടെ 1 ഇഞ്ച് സീം അലവൻസ്, 1 ഇഞ്ച് മതിയാവും നമുക്ക് സീം അലവൻസ്. അതിന് മുകളിലൊക്കെ വരുമ്പോഴത്തേനൊക്കെ നമുക്ക് ആ ബ്ലൗസ് കീറിപ്പോവും. വെറുതെ ഒരുപാട് തുണി ഉള്ളിൽ വെച്ചിട്ട് ടൈറ്റായിട്ട് നിൽക്കുന്ന ഒരു ഇടുക്കി പിടിച്ച മാതിരി ഉണ്ടാവും. 1 ഇഞ്ച് 1.5 ഇഞ്ചാണ് മാക്സിമം സീം അലവൻസ് വെക്കുന്നത്, ഒരു വൃത്തി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ സ്ലീവിനെ ബ്രസ്റ്റിനെ 4 ഡിവൈഡ് ചെയ്തിട്ട് എടുക്കുന്നതിൽ നിന്ന് 1 ഇഞ്ച് ലെസ് ചെയ്തിട്ട് എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് 1 ഇഞ്ച് സീം അലവൻസും അതിൽ കിട്ടും. താഴെ കൈക്കുഴിൻ്റെ ഇവിടെയും 1 ഇഞ്ചോ 1.5 ഇഞ്ചോ സീം അലവൻസ് വെച്ചാൽ മതി. ഇനി റോസ്മേരി പറഞ്ഞൊരു മേഡം ചോദിച്ചിരിക്കുന്നു 14 ഇഞ്ച് സ്ലീവ് ലെങ്ത്ത് വെക്കുകയാണെങ്കിൽ എത്ര മീറ്റർ തുണി എടുക്കണം എന്നുള്ളത്. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ റീസെൻ്റ്ലി കാണിച്ച ബ്ലൗസിന് 15 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് സ്ലീവ്. 15 ഇഞ്ച് സ്ലീവ് വെക്കുന്നതിന് ഞാൻ ഒരു മീറ്ററും 20 സെൻറ്റിമീറ്ററും 120 സെൻറ്റിമീറ്റർ തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ 120 എടുത്തു കഴിഞ്ഞാൽ 1 മീറ്റർ 20 സെൻറ്റിമീറ്ററും എടുത്തു കഴിഞ്ഞാൽ 3/4 സ്ലീവിന് നമുക്ക് കറക്റ്റായിരിക്കും. ബാക്കി പട്ട വയ്ക്കാൻ മാത്രം നമുക്ക് ഉള്ളിലേക്ക് വേറെ പീസ് എടുക്കേണ്ടി വരും. അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് റഷീദ KE 3 മീറ്റർ നൈറ്റി എടുത്തു കഴിഞ്ഞാൽ സ്ലീവ് കിട്ടുന്നത് കാണിക്കുമെന്ന്. നമ്മൾ നൈറ്റിയുടെ വീഡിയോ വരുമ്പോൾ ഞാൻ തീർച്ചയായും അത് കാണിക്കുന്നതായിരിക്കും. ബിന്ദു പറഞ്ഞൊരു മേഡം ചോദിച്ചിരിക്കുന്നത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബാക്ക് പൊങ്ങി നിൽക്കും. ഞാൻ ആ ബ്ലൗസിൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അധികം പേർക്കും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബാക്ക് പൊങ്ങി നിൽക്കും. അത് നിങ്ങൾ ഈ ബിന്ദു മേഡം ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി കാണിച്ച ബ്ലൗസ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക, അതുപോലെ രീതിക്ക് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇട്ട് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക. എല്ലാ കമൻറ്റിനും മറുപടി അയക്കാമില്ല, പറ്റുന്ന ഇമ്പോർട്ടൻ്റായി തോന്നുന്ന ക്വസ്റ്റ്യങ്ങൾക്കൊക്കെ ഞാൻ ആവുന്നതും കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് സെറ്റ് മുണ്ട് എങ്ങനെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതിലേക്ക് പോവാം. ഇതാണ് നമ്മൾ ഡിസൈൻ ചെയ്ത സെറ്റ് മുണ്ട്. ഇപ്പോഴും നമുക്ക് സെറ്റ് മുണ്ട് എന്നുള്ള ട്രഡീഷണലായിട്ട് വരുന്ന ക്രീമിലെ ബോർഡറുകൾ പലതരത്തിലാണ്. കളർ മാറ്റി ഒരു സെറ്റ് മുണ്ട് സെറ്റ് ചെയ്തു. ഇതാണ് നമ്മളെ മുകളിൽ കൊടുക്കാനുള്ള മേൽ മുണ്ടായിട്ട് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് താഴെ കൊടുക്കാനുള്ള മുണ്ട്, ഇങ്ങനെ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സെറ്റ് മുണ്ടിന് ആവശ്യമായിട്ട് ഉടുക്കാനുള്ള മുണ്ട് നമുക്ക് നീളം ഈ ഒരു വീതി വരുന്നത് ഇങ്ങനെ ഉള്ള ഒരു വീതി വരുന്നത് 1.25 ഇഞ്ചാണ്. 1.25 മീറ്റർ, ഇഞ്ചല്ല. നമുക്കത് ഈ ഒരു വീതി നമുക്ക് സാധാരണ സെറ്റ് മുണ്ടിൽ വരുന്നത് 1.25 മീറ്ററാണ്. ഞാനിവിടെ അതേമാതിരി 1.25 മീറ്റർ തന്നെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ നീളം നമുക്ക് സെറ്റ് മുണ്ടിൽ വരുന്നത് 2 മീറ്റർ ആയിരിക്കും. 2 മീറ്ററാണ് നീളം വരിക. പക്ഷെ എനിക്ക് 2 മീറ്റർ എടുത്ത്, തടിയുള്ളവർക്ക് 2 മീറ്റർ മതി. എനിക്കിത് 2 മീറ്റർ കൂടുതലാണ്. ഒരുപാട് തുണി ഉള്ളിലേക്ക് വെക്കേണ്ടതായിട്ട് വരും. ലെഫ്റ്റ് സൈഡിൽ വെക്കുന്ന തുണി ഉള്ളിലേക്ക് ഒരുപാട് ചുരുക്കി വെച്ചിട്ടാണ് ഞാൻ ഈ ബോർഡർ സെൻറ്ററിലേക്ക് എടുക്കാൻ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് തുണി വെച്ചിട്ടാണ് എടുക്കുന്നത്. എനിക്ക് വണ്ണം കുറവായതുകൊണ്ട്. അപ്പോൾ ഇത് ബോർഡർ സെൻറ്ററിലേക്ക് വരണം, സൈഡിലേക്ക് പോകാനും പാടില്ല. അപ്പോൾ ഞാൻ അതിനെ 1/4 മീറ്റർ കട്ട് ചെയ്തിട്ടാണ് ഇതിൽ 1.25 മീറ്റർ എടുത്തു. ഈ ഒരു ബോർഡർ കറക്റ്റ് സെൻറ്ററിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇതാണ് നമുക്ക് ആ സെൻറ്ററിൽ വരുന്ന ബോർഡർ. ഇത് വരാൻ വേണ്ടിയിട്ട് ഞാൻ 1/4 ഇഞ്ച് നീളം കുറച്ചിട്ടാണ് എൻ്റെ അളവിന് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മുണ്ടിന് എത്ര വേണം എന്നുള്ളത് നോക്കിയിട്ട് അളവെടുക്കുക. മാക്സിമം 2 മീറ്ററാണ്. 1.5 ഇഞ്ച് വരെ തീരെ വണ്ണല്ലെങ്കിൽ 1.5 മീറ്റർ വരെ നമുക്കത് കുറയ്ക്കാം. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നെറ്റ് മെറ്റീരിയലാണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയും, ഒരു നെറ്റിൽ എംബ്രോയിഡറി ചെയ്ത ഒരു മെറ്റീരിയലാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതെടുത്തത് 1.25 2 മീറ്റർ ഞാൻ എടുത്തു. 1.25 ഇതിൽ കട്ട് ചെയ്ത് ഞാൻ വെച്ചത്. അതിന് മാച്ച് ചെയ്യുന്ന ഒരു കളറിൽ സാറ്റൻ എടുത്ത് ഇതിൽ ലൈനിങ് ആയിട്ട് യൂസ് ചെയ്തു. ഇനി ഞാൻ മേൽമുണ്ടായിട്ട് ഈ ഒരു വയലറ്റ് കളറാണ് എടുത്തിരിക്കുന്നത്. ഈ വയലറ്റ് കളറാണ് മേൽമുണ്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ബ്ലൗസായിട്ട് എടുത്തിരിക്കുന്നത് ഈ ബ്രൊക്കേഡാണ്, ഈ ഒരു തുണിയാണ്.
ബ്ലൗസിനും ഇതും പിന്നെ ഇതിലേക്ക് 2 പീസിലേക്കും പാച്ച് വർക്കായിട്ട് സൈഡിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ചേർത്തി 2 മീറ്റർ എടുത്തു. ഇതാണ് ഞാൻ മേൽമുണ്ടിനായിട്ട് എടുത്തിരിക്കുന്ന മെറ്റീരിയൽ. ഒരു ബീഡ്സ് വർക്കുള്ള മെറ്റീരിയലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനെടുക്കുന്ന അളവ് 2.5 മീറ്റർ. ഇത് എല്ലാവർക്കും 2.5 മീറ്റർ തന്നെ വരിക. നമ്മൾ സാരിയുടെ ഡിസൈൻ വരുന്ന ഭാഗം ഫ്രണ്ട് ഭാഗം 2.5 മീറ്ററാണ്. ആ 2.5 മീറ്റർ തന്നെയാണ് ഞാൻ ഇതിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വിത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് 1 മീറ്ററാണ് എടുക്കേണ്ടത്. ഞാൻ 95 സെൻറ്റിമീറ്റർ എടുത്തിട്ടുള്ളൂ. ഹാഫ് സാരി കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടി നമ്മൾ സെറ്റ് മുണ്ടിൽ 1 മീറ്ററും 10 സെൻറ്റിമീറ്ററൊക്കെ കൂടുതലുണ്ടാവും. ഞാനിത് കറക്റ്റ് 95 സെൻറ്റിമീറ്ററാണ് എടുത്തത്. 1 മീറ്റർ തികച്ച് എടുത്തിട്ടില്ല. ന 95 സെൻറ്റിമീറ്ററാണ് ഞാൻ ഇതിൻ്റെ വിത്ത് എടുത്തിരിക്കുന്നത്. എനിക്ക് അത്രയും മതി. അതുകൊണ്ട് ഞാൻ 95 സെൻറ്റിമീറ്റർ എടുത്തു. ഇനി ഇതെങ്ങനെ ചെയ്തെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ നെറ്റിനെ നമ്മൾ 1.25 എടുത്ത് കട്ട് ചെയ്തു. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബ്ലൗസിൻ്റെ പീസ് 4 ഇഞ്ച് വെച്ചിട്ട് 5 ഇഞ്ചാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. കട്ട് ചെയ്തെടുത്ത് 2 സൈഡിലേക്ക് അര ഇഞ്ച് അടിത്തുമ്പോൾ മടക്കി അടിച്ച് 4 ഇഞ്ച് വരുന്ന രീതിയിൽ ചുറ്റിലും വെച്ച് കൊടുത്തു. ചുറ്റിലും നമ്മൾ ഇതിനെ വെച്ച് കൊടുത്തു. ഇത് അയൺ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അയൺ ചെയ്താണെങ്കിൽ കുറച്ച് വൃത്തിയായിട്ട് നിൽക്കും. നെറ്റ് അയൺ ചെയ്യാൻ പറ്റില്ല. ചുറ്റിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നല്ലപോലെ പതിച്ചടിച്ച് അയൺ ചെയ്ത് കൊടുക്കുക. ഇത് വെച്ചതിന് ശേഷം നമ്മൾ ഈ അരികിൽ നിന്ന് നമുക്ക് ഈ സെൻറ്റർ പാർട്ട് വരണമല്ലോ, അത് നമുക്ക് കറക്റ്റ് നമ്മുടെ സെൻറ്ററിൽ ഇത് വരണം. അപ്പോൾ 8 ഇഞ്ച് വ്യത്യാസത്തിലാണ് നമ്മളിത് എടുക്കേണ്ടത്. നമ്മൾ 10 ഇഞ്ചിന് കണക്കാക്കിയതുണ്ടാവും. 8 ഇഞ്ചിൽ നിന്ന് നമ്മൾ ആ പീസ് പിടിപ്പിക്കണം. 8 ഇഞ്ചിന് നമ്മൾ ആ പീസ് പിടിപ്പിച്ചു. ഇവിടെ നിന്ന് ഇതിൻ്റെ അരികിൽ നിന്ന് 8 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു 4 ഇഞ്ചിനെ ഈ പീസിനെ നമ്മൾ സ്ട്രൈറ്റായിട്ട് പിടിപ്പിച്ചത്. ആദ്യം നമ്മൾ ഈ ഒരു പീസ് പിടിപ്പിക്കണം കേട്ടോ, എന്നിട്ട് നമ്മൾ ഈ സൈഡ് അടിക്കാൻ പറ്റുള്ളൂ. ഇത് ഇവിടെ നിന്ന് നെറ്റിൽ നിന്ന് 8 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് 5 ഇഞ്ച് വീതിയുടെ പീസ് കട്ട് ചെയ്ത് നമ്മളിത് 2 സൈഡിലേക്ക് മടക്കി അടിച്ച് ഇതിൽ അടിച്ച് പിടിപ്പിച്ചു. അതിന് ശേഷം നമ്മൾ ഈ വൈലറ്റ് തുണി 2.5 ഇഞ്ച് 3 ഇഞ്ച് വീതിക്ക് എടുത്തു. അത് ഇതിൽ ഈ പീസിൽ അടിച്ച് പിടിപ്പിച്ചു. ഇതൊരു ലേസ് ഞാൻ വാങ്ങിച്ചതാണ്. ഈ ലേസ് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. മീറ്റർ 120 രൂപ. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഇത് ഈ കളറിൽ കിട്ടിയതുകൊണ്ട്, കുറച്ച് മാച്ചായി കിട്ടിയതുകൊണ്ട് അത് വാങ്ങിച്ചിട്ട് ഈ വൈലറ്റിൻ്റെ സെൻറ്ററിൽ കണ്ട് ഞാൻ മാർക്ക് ചെയ്തിരിക്കണം. നമുക്ക് കാണാം. ഇത് മാർക്ക് ചെയ്തിട്ട് ഞാൻ അതിലൂടെ ഇതിനെ അടിച്ചു. ആദ്യം വൈലറ്റ് ഈ പീസ് എടുത്തു 5 ഇഞ്ചിൻ്റെ. അതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് വൈലറ്റ് 3 ഇഞ്ച് എടുത്തിട്ട് 2 സൈഡും മടക്കി പതിച്ചടിച്ചു. അതിന് മുകളിൽ ഈ ലൈസ് നമ്മൾ സെൻറ്റർ വെച്ച് അടിച്ചിട്ട് ഈ നെറ്റിൽ 8 ഇഞ്ചിൽ നിന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു സൈഡ് അടിച്ചു. എന്നിട്ട് അതിനെ കറക്റ്റായിട്ട് ചുളിവില്ലാതെ പിടിച്ച് മറ്റേ സൈഡും അടിച്ചു കൊടുത്തു. അപ്പോൾ ഇവിടെ 8 ഇഞ്ചിന് അടിച്ചിട്ട് ഇവിടെ 12 ഇഞ്ചിന് ഉണ്ടോ, ഒരു 4 ഇഞ്ച് ഇത് കറക്റ്റായിട്ട് വരും. ഈ പീസ് അടിച്ച് 2 സൈഡും അറ്റം വരെ അടിച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ പീസ് 5 ഇഞ്ചിന് കട്ട് ചെയ്ത് 2 സൈഡും അര ഇഞ്ച് മടക്കി അടിച്ചു, തുമ്പ് പുറത്തേക്ക് കാണാതിരിക്കുക. അടിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ചീത്ത വശത്ത് വെച്ച് അടിച്ച് നമ്മളിതിനെ ഇങ്ങോട്ട് മറിച്ചിട്ടു. ഈ പീസിനെ ചീത്ത വശത്താണ് വെച്ചടിച്ചത്. ഇവിടെ അടിച്ചതിന് ശേഷം നമ്മളതിനെ ഫ്രണ്ടിലേക്ക് മറിച്ചിട്ട് ഒരു പതിച്ചടി കൊടുത്തു. അതിന് ശേഷം ഇത് ചുറ്റിലും അടിച്ച് പിടിപ്പിച്ചു. ഇത്രയാണ് ഈ മുണ്ടിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ മേൽമുണ്ടിൽ ചെയ്തത്, ഞാൻ അളവ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് അതേ സെയിം തന്നെ അളവ് എടുത്തിട്ട് ഇതേമായി തന്നെ ഈ ബ്ലൗസിൻ്റെ പീസ് 5 ഇഞ്ചിന് കട്ട് ചെയ്തു. നല്ല ചീത്ത വശത്ത് വെച്ചടിച്ചു. അതിനെ ചീത്ത വശത്തടിച്ചു, അതിനെ പതിച്ചടിച്ചു തിരിച്ചിട്ട്. എന്നിട്ട് ഇതിനെ ഈ അരികിൽ അടിച്ചു പിടിപ്പിച്ചു ചുറ്റിലും. ഈ അരികെ അടിച്ചത് നമുക്ക് ധാവണിയായിട്ട് സാരിയായിട്ട് ഇങ്ങനെ മുകളിലിടുമ്പോൾ ഈ ഒരു അടി പിടിപ്പിച്ചത് കാണും, ഒരു വൃത്തികേടായിട്ട് കാണും. അപ്പോൾ അതിന് ചുറ്റും ആ ലേസ് വെച്ച് പിടിപ്പിച്ചു. ഈ ലേസ് നമ്മൾ എടുത്തിരിക്കുന്നത് 9 മീറ്ററാണ് കേട്ടോ. ഈ ലേസ് 9 മീറ്റർ ലേസ് എടുത്ത് 8 മീറ്ററോളം ഇതിൽ ചുറ്റും രണ്ടിലും പിടിപ്പിക്കാനായിട്ട് എനിക്ക് വേണ്ടി വന്നു. ചുറ്റും അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് നമ്മൾ ആ അടിച്ച്
പതിച്ചടിച്ച ആ ഭാഗത്ത് കൂടെ ഇതിൻ്റെ സെൻറ്റർ വെച്ച്, ഈ ലേസിൻ്റെ സെൻറ്റർ വെച്ച് ഈ പെറ്റൽ നീക്കി കൊടുത്തിട്ടാണ് ഇങ്ങനെ അടിച്ച് പിടിപ്പിച്ചത്. ഉണ്ടോ? ഇങ്ങനെ ഈ പതിച്ചടീൻ്റെ കൂടെ ആടി ഇങ്ങനെ ലേസ് ഈ ഒരു പെറ്റൽ മാറ്റിയിട്ട് താഴത്തെ പെറ്റലിലൂടെ അടിച്ചു കൊടുത്തു. അപ്പോൾ ഇതിങ്ങനെ വേറിട്ട് നിൽക്കുമ്പോൾ ഒരു ഭംഗിയായിട്ടുണ്ടാവും. ഇത്രയാണ് ഞാൻ ഈ സെറ്റും ചെയ്തു. ഈ പീസ് വെച്ച് തന്നെ ഞാൻ ബ്ലൗസും സ്റ്റിച്ച് ചെയ്തു. ഈ മെറ്റീരിയൽ വെച്ച് തന്നെ ബ്ലൗസും ഫിറ്റ് ചെയ്തു. ഇതുകൊണ്ട് ഞാൻ ബ്ലൗസിൽ നിങ്ങൾക്ക് പറഞ്ഞു, ലൈനിങ് വെച്ച് അടിക്കുന്ന ബ്ലൗസിൽ ഇവിടെ ഡോട്ട് ഇട്ട് കൊടുക്കണം, 4 ഇഞ്ചിൻ്റെ ഡോട്ട് ഇടണ്ട പറഞ്ഞു. ഇവിടെ ഈ അടി ഇങ്ങനെ 4-5 അടി ഒന്നിച്ചടിക്കുമ്പോൾ നമുക്ക് ഈ പട്ടി ഈ ബാക്ക് സൈഡ് തൂങ്ങി നിൽക്കുകയോ പൊന്തി നിൽക്കുകയോ ചെയ്യില്ല. അതിനാണ് നമ്മൾ ഇങ്ങനെ ഒരു അടി അടിക്കുന്നത്. ലൈനിങ് ഇല്ലാതെ 2x2 ബ്ലൗസിന് മാത്രമേ നമുക്ക് 4 ഇഞ്ചിൻ്റെ ഈ 2 സൈഡും ടക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതവിടെ പതിഞ്ഞ് നിൽക്കാൻ. ഇങ്ങനെ അടിച്ചാലും ലൈനിങ് ഉള്ളതാണെങ്കിൽ ഇങ്ങനെ അടിച്ചാൽ മതി, ഈ ടക്ക് അടിക്കേണ്ട ആവശ്യമില്ല, എങ്കിലും പതിഞ്ഞ് തന്നെ നിൽക്കും. ഇന്ന് നമ്മൾ ഒരു സെറ്റും മുണ്ട് എങ്ങനെ നമ്മുടേതായ ഡിസൈനിൽ ഡിസൈൻ ചെയ്യുക എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഞാൻ ഡിസൈൻ ചെയ്ത സെറ്റും മുണ്ടാണ് ഇപ്പോൾ ഞാൻ ഉടുത്തിരിക്കുന്നത്. കറക്റ്റ് ഈ സെൻറ്ററിലേക്ക് ഇത് വരണം. നമ്മുടെ ഹൈറ്റിനനുസരിച്ച് നമ്മളിത് സെറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഇത്തിരി കട്ടിയുള്ള തുണിയാണ്. ഇത് തടിയുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് കുഴഞ്ഞ തുണിയിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു.